അത്രയും വലിയ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ട് അത് BJP തള്ളിക്കളയുന്നുണ്ട് ആ വെളിപ്പെടുത്തലിനെ. പക്ഷെ കോൺഗ്രസ് എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല? ആ നിലപാട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞോ എന്നതടക്കം ചോദ്യം നേരത്തെ ശ്രീ പ്രകാശ് മാസ്റ്റർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഏത് നിലപാടിനെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് സംശയമുള്ളത്? അതായത് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന ഒരു വെളിപ്പെടുത്തൽ, എന്നൊരു ശബ്ദരേഖ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് നയമില്ലേ? പ്രതിപക്ഷത്തിന് അതിൽ വിമർശനമില്ലേ? കേരളത്തിലെ പ്രതിപക്ഷം ഇക്കാര്യം അറിയുന്നില്ലേ? അപ്പോൾ അതേ കാര്യം പറഞ്ഞുകൊണ്ട് കേരളം മുന്നോട്ട് വെക്കുന്ന സമരത്തിന്റെ ഭാഗമാകേണ്ട ധാർമ്മിക ബാധ്യത കോൺഗ്രസിനില്ലേ? ഇതാണ് ചോദ്യം. ഈ പൊട്ടക്കണ്ടിലെ തവളകളായ ഈ CPM-ന്റെ നേതാക്കന്മാരോട് എന്താ ഞാൻ പറയേണ്ടത്? ഇവിടെ ദേശീയ തലത്തിലുള്ള ഒരു വിഷയം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ക്രമവിരുദ്ധമായി ഇടപെട്ടതിനെ സംബന്ധിച്ച് ആദ്യം പ്രതികരിച്ചിട്ടുള്ളത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം കേട്ടില്ല എന്നുണ്ടോ? അദ്ദേഹം വേറെ ഭാഷയിലായതുകൊണ്ട് ചിലപ്പോൾ പ്രകാശ് മാസ്റ്റർ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഇതിനെ സംബന്ധിച്ച് ഇവരുടെ ദേശീയ തലത്തിൽ ഇവരുടെ നിലനിൽപ്പ് എന്താണ്? ഇവരുടെ പ്രസക്തി എന്താണ്? ഇവർക്ക് എത്ര പെർസെന്റേജ് വോട്ടാ ഉള്ളത്? ഇവർക്ക് എത്ര സീറ്റാ ഉള്ളത്? അല്ല, എനിക്കതിനകത്ത് സംശയമില്ല. താങ്കൾ വലിയ പണ്ഡിതനായിരിക്കും. താങ്കളുടെ പേരിന്റെ അറ്റത്ത് മാസ്റ്റർ എന്ന് കൂടി ഉണ്ടല്ലോ. എന്റെ പേരിന്റെ അറ്റത്ത് എന്തായാലും അതില്ല. ഏതായാലും പോട്ടെ. അപ്പോ ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? അല്ലല്ല ഇല്ലില്ല, CPM-മാരുടെ അറിവ് ഒരിക്കലും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. CPM-ന്റെ നേതാക്കന്മാരുടെ അത്രയും അറിവൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അവരൊക്കെ പാണ്ഡിത്യം കൂടിയവരാണ്. ഏതായാലും പോട്ടെ, ഞാൻ ആ സമയം ചുരുക്കം മൂലം അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? ഇവിടെ ബേസിക്കലി ഉള്ള ഇഷ്യൂ, ദേശീയ തലത്തിൽ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. ഇവിടെ ദേശീയ തലത്തിൽ ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, 20% വോട്ട് ഷെയർ കഴിഞ്ഞ 2019 കിട്ടിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 37% വോട്ട് കിട്ടിയ പാർട്ടിയുടെ പേരാണ് BJP. അവരാണ് അധികാരത്തിലിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ 20% വോട്ട് ഉള്ള 52-53 MP-മാരുണ്ടായിരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ 2.25% വോട്ടും 3 MP-മാരും, അതിൽ 2 MP-മാർ തന്നെ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ചവരുമുള്ള ഒരു പാർട്ടിയാണ്. എന്നിട്ടാണ് അവർ പറയുന്നത്, പ്രധാനമന്ത്രി പറയുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്, കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കുന്നത്. അപ്പോൾ നാഷണൽ ഇഷ്യൂവിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ തന്നെ ഇതേ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കെ അദ്ദേഹം അത് കേട്ടില്ല എന്ന് നടിക്കുന്നത് എന്തിന്റെ പേരിലോ ആയിക്കോട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വളരെ സിമ്പിളായി ചോദിക്കുന്നു, ഇവിടെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ സംബന്ധിച്ച് CNRG നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷം നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുമ്പോൾ ഒറ്റ എക്സാമ്പിൾ ഞാനൊന്ന് പ്രേക്ഷകരെ സൂചിപ്പിക്കട്ടെ. ഇവിടെ കിഫ്ബിയിലേക്ക് എന്തുകൊണ്ടാണ് അത് ബഡ്ജറ്റിന്റെ ഭാഗമാകണമെന്ന് പറയുന്നത്? കിഫ്ബിയിലേക്ക് വരുന്നത്, അതിന് ഗ്യാരണ്ടി നിൽക്കുന്നത്, കിഫ്ബിയിൽ എടുത്തിട്ടുള്ള ലോണുകൾക്കെല്ലാം ഗ്യാരണ്ടി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഒന്ന്. രണ്ടാമത്തേത്, കിഫ്ബിയിലേക്ക് വരുന്നത് പെട്രോളിന്റെ 1% സെസ്സാണ്, പെട്രോളിയം പ്രോഡക്ട്സിന്റെ 1% സെസ്സാണ് വരുന്നത്. മൂന്നാമത്തേത്, നമ്മുടെ വാഹന നികുതിയുടെ 50%മാണ് ഇത്തരത്തിൽ ഈ കിഫ്ബിയിലേക്ക് വരുന്നത്. അങ്ങനെ ബഡ്ജറ്റിൽ വരേണ്ട തുകകൾ അങ്ങനെ വകമാറ്റി ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലേക്ക് കൊണ്ടുവരികയും ഓഫ് ബഡ്ജറ്റ് ആയി മാറ്റുകയും ചെയ്താൽ അത് നിലനിൽക്കില്ല എന്ന് അന്ന് മുതൽ ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നതാണ്. ഇക്കാര്യത്തിൽ മാത്രമല്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് ഇതേ നിലപാട് ആദ്യം മുതൽ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സമ്മതിക്കാതെ നിന്ന തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ അവസാനം ഇത് സമ്മതിക്കേണ്ട ഗതികേട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഉൾപ്പെടെ നമ്മുടെ ഭാഗമാകുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിൻ്റേത് കോടാനുകോടിയായി മാറുന്നു. ഏറ്റവും അവസാനം 4 കോടി ചില്ലുവാൻ രൂപയായി ഇപ്പോൾ CNRG-യുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ള കാര്യം പ്രകാശ് മാസ്റ്റർ കണ്ടിരുന്നോ? അത് അവതരിപ്പിക്കാൻ പോകുന്നതിനുള്ള റിപ്പോർട്ട്, അതിൻ്റെ 2022-23 CNRG-യുടെ ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ സംസ്ഥാന സർക്കാർ പോകുമ്പോൾ നിങ്ങൾ അതേ കിഫ്ബിയിൽ നിന്നാണ് നിങ്ങൾ ഈ ലാൻഡ് അക്വിസിഷൻ എടുത്ത് കൊടുത്തു എന്ന് പറയുന്നത്. അതും കടമെടുത്തതിൻ്റെ പരിധിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവിടെ വികസന നേട്ടങ്ങളെ കുറിച്ചൊക്കെ താങ്കൾ ഓരോ സംസാരിച്ചു. ഗെയിൽ പൈപ്പ് ലൈനെ കുറിച്ചും നാഷണൽ ഹൈവേ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അതിനപ്പുറത്തേക്ക് എണ്ണിയാൽ തീരാത്ത വമ്പൻ പദ്ധതികൾ നടപ്പിലാക്കിയ UDF-നെ കുറിച്ചാണ് നിങ്ങൾ ഇത് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തിക രംഗത്ത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ആ മേഖലയിലെ പ്രമുഖനാണെന്ന് അഭിനയിച്ചിരുന്ന തോമസ് ഐസക്കിനായാലും ആ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ ബാലഗോപാലിനായാലും ആ മേഖലയിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ട്, തളർച്ച ഉണ്ടായിട്ടുണ്ട്, ഇടർച്ച ഉണ്ടായിട്ടുണ്ട്, വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് അംഗീകരിക്കുവാൻ തയ്യാറാകണം. അത് ഞങ്ങൾ പലപ്പോഴും ആരും ചൂണ്ടിക്കാണിക്കാഞ്ഞിട്ടല്ല, എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടും അതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ ബാക്കി പത്രമാണ് സാമ്പത്തികമായ ഇത്തരത്തിലുള്ള ദുരന്തം.